കൊല്ലം പരവൂരിൽ കടയ്ക്കു മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനം മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ഇതു തടഞ്ഞ കടയുടമയെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടവ കാപ്പിൽ കൃഷ്ണാകർ വീട്ടിൽ സായി കൃഷ്ണൻ, കാപ്പിൽ നടയിൽ പടിഞ്ഞാറ്റത്തിൽ പാർത്ഥൻ എന്നിവരാണ് പിടിയിലായത്. പൂതക്കുളം പഞ്ചായത്ത് ഓഫീസിന് സമീപം കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനത്തിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഇൻഫീൽഡ് ബുള്ളറ്റാണ് പ്രതികൾ കവരാൻ ശ്രമിച്ചത്. ഡിസംബർ 18 പകൽ 12 മണിയോടെയായിരുന്നു സംഭവം. കടയുടമയുടെ തന്നെയായിരുന്നു വാഹനവും. കടയ്ക്ക് മുന്നിൽ തന്നെ വാഹനം പാർക്ക് ചെയ്തിരുന്നതിനാൽ താക്കോൽ വാഹനത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു വാഹനത്തിൽ എത്തിയ പ്രതികൾ പരിസരമാകെ ചുറ്റിക്കറങ്ങി നിരീക്ഷണം നടത്തിയ ശേഷം ബൈക്കുമായി കടന്നുകളയാൻ ശ്രമിക്കുകയായിരുന്നു. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയ ഉടമ കടന്നുകളയാൻ ശ്രമിച്ച പ്രതിയെ പിന്നാലെ ഓടി പിടികൂടിയെങ്കിലും ഒന്നാം പ്രതിയായ പാർത്ഥൻ കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഉടമയായ യുവാവിന്റെ തലയിൽ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം വാഹനവും ഉപേക്ഷിച്ച് രണ്ടാം പ്രതി സായി കൃഷ്ണനോടൊപ്പം മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് പരവൂർ പാരിപ്പള്ളി റോഡിലെ സ്ഥാപനങ്ങളിലും പെട്രോൾ പമ്പുകളിലും സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെട്രോൾ പമ്പിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നും വാഹനം തിരിച്ചറിയുകയും കാപ്പിൽ സ്വദേശിയുടേതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.